السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. ബഹുമാനമുള്ളവരെ, ഞാനിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സിഹിർ അല്ലെങ്കിൽ മാരണം. ഈ സിഹിർ എന്ന് പറയുന്ന സംഭവം ഉണ്ടോ എന്ന് പലർക്കും സംശയമുള്ളതാണ്. സിഹിർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അത് മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അങ്ങനെയല്ല, സിഹിർ ഉണ്ടെന്നും അത് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും ദുശ്ശീലങ്ങളും പ്രകടമാകുമെന്നും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ടതാണ്. സിഹിർ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിൻ അഅ്ലം എന്നൊരു ജൂതൻ അള്ളാഹുവിൻ്റെ റസൂലിനെ സിഹിർ ചെയ്തതാണ്. ആ സിഹിർ ചെയ്ത് മക്കയിലെ ദർവാൻ എന്ന കിണറ്റിനടിയിൽ വെച്ചിട്ട് ആ സിഹിറിൻ്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വെച്ചു. അങ്ങനെ റസൂലുള്ളാഹിക്ക് ആ ജൂതൻ സിഹിർ ചെയ്തതിന് ശേഷം റസൂലുള്ളാഹിക്ക് പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്, പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ തന്നെ ചെയ്തു എന്ന് തോന്നും. അതുപോലെ പല പല മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിഹിർ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് ചെയ്യുന്നവനായാലും ചെയ്യിക്കുന്നവനായാലും അവന് സ്വർഗത്തിൽ സ്ഥാനമില്ല. അവൻ്റെ സ്ഥാനം പരലോകത്തെ നരകം തന്നെയാണ്. അപ്പോൾ സിഹിർ മൂലം ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. സ്വന്തമായി ബിസിനസ് നടത്തുന്നവന് ആ ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാകുക, വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ മടിയുണ്ടാകുക, ശാരീരികമായ പ്രയാസങ്ങൾ, വേദനകൾ ഉണ്ടാവുക, തലയ്ക്ക് പെരുപ്പുണ്ടാവുക, തലകറക്കം ഉണ്ടാവുക, കണ്ണിന് മൂടലുണ്ടാവുക. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ അവന് മടിയാണ്. ഭാര്യ ചെയ്യുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവ് ചെയ്യുന്ന ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അവർക്ക് താല്പര്യമില്ലാതെ വരിക. അങ്ങനെ സിഹിർ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ആ സിഹിർ ആർക്കെങ്കിലും അല്ലെങ്കിൽ മാരണം അത് ഏറ്റവർക്ക് ഖുർആനിൽ തന്നെ പല പ്രതിവിധികളും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ആ സിഹിർ ബാധിച്ചവനെ അത് മാറുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരു പാത്രം വെള്ളമെടുത്തിട്ട് അത് മഴവെള്ളം ആയാലും മതി, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ 7 കിണറ്റിൽ നിന്നും ഒരു പാത്രം വെള്ളം ശേഖരിക്കുക. അല്ലെങ്കിൽ മഴവെള്ളമാണെങ്കിൽ ആ ഒരു മഴവെള്ളം മാത്രം മതി. ആ വെള്ളത്തിൽ സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്ത് അത് 114 പ്രാവശ്യം ഓതി ഈ വെള്ളത്തിൽ ഊതുക. അത് ഒറ്റയിരിപ്പിന് തന്നെ ഓതണമെന്നില്ല, കുറേശ്ശെ ഓതി വെള്ളത്തിലൂതി അത് ഓതി തീർത്ത് പൂർത്തിയാക്കിയതിന് ശേഷം ഈ വെള്ളം ഈ സിഹിർ ആർക്കാണോ ബാധിച്ചത്, ഭാര്യക്കാണോ, ഭർത്താവിനാണോ, സഹോദരങ്ങൾക്കാണോ, മാതാപിതാക്കൾക്കാണോ, മക്കൾക്കാണോ, ആർക്കാണോ ബാധിച്ചത് അവരുടെ തലയിൽ ഒഴിക്കുക. അല്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ പരിശുദ്ധ ഖുർആനിൽ വേറെ ചില ആയത്തുകൾ പറയുന്നുണ്ട്. സൂറത്ത് യൂനുസിലെ 81, 82 ആയത്തുകൾ. സൂറത്ത് യൂനുസിലെ 81, 82 ആയത്തുകൾ. പിന്നെ സൂറത്തുൽ അഅ്റാഫിലെ 117, 118, 119, 120 ആയത്തുകൾ. പിന്നെ സൂറത്ത് ത്വാഹ 69-ാം ആയത്ത്. ഈ ആയത്തുകൾ 7 തവണ വീതം ഓതി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളത്തിലൂതി അത് തലയിലൊഴിക്കാം. തലയിലൊഴിക്കുമ്പോഴേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബാത്റൂമിൽ നിന്നാണ് ഈ വെള്ളം തലയിലൊഴിക്കുന്നതെങ്കിൽ സാധാരണ നമ്മൾ കുളിക്കുന്ന വെള്ളം പോകുന്ന ഭാഗത്തേക്ക് ഈ വെള്ളം ഒഴുകാൻ പാടില്ല. ബാത്റൂമിനകത്ത് കയറി നിൽക്കാൻ പറ്റിയ വലിയ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിനുള്ളിൽ കയറി നിൽക്കുക. കയറി നിന്നതിന് ശേഷം ഈ വെള്ളം തലയിലൊഴിച്ചിട്ട് അവർ 5-6 മിനിറ്റ് അവിടെ നിൽക്കണം. ഈ തലയിലൊഴിച്ച വെള്ളം മുഴുവനും നമ്മുടെ ശരീരത്തൂടെ ഒഴുകി കാലുവഴി ഒഴുകി അത് പോകണം. പോയതിന് ശേഷം നമ്മൾ തലയെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ വീണ വെള്ളം വെളിയിൽ കൊണ്ടുവന്ന് ശുദ്ധിയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വാഴച്ചോട്ടിലോ തെങ്ങിൻ ചോട്ടിലോ ഒഴിക്കുക. അങ്ങനെ ഒരു 2-3 അല്ലെങ്കിൽ 7 പ്രാവശ്യം ഇത് ചെയ്താൽ അവന് ബാധിച്ചിട്ടുള്ള എന്തെല്ലാം സിഹിറുണ്ടെങ്കിലും
അതെല്ലാം മാറി അള്ളാഹു തആല അവനെ നല്ല ആഫിയത്തിലാക്കും. അപ്പോൾ അവനെ കച്ചവട സ്ഥലത്ത് ആണെങ്കിലും അവന് പോകുന്നതിന് മടിയില്ല, ജോലിക്ക് പോകാൻ മടിയില്ല, പിന്നെ സാമ്പത്തികമായിട്ട് അവന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അവന് മാറിക്കിട്ടും. അവൻ പഴയ രീതിയിൽ തന്നെ അവന് റാഹത്താവുകയും ചെയ്യും. അതുകൊണ്ട് സിഹർ ചെയ്യുന്നവനെ തൊട്ടും ചെയ്യിക്കുന്നവനെ തൊട്ടും അള്ളാഹു തആല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സിഹറിനെ പറ്റി നമ്മൾ മനസ്സിൽ മറ്റൊരുത്തനെ ചതിക്കുന്നതിനോ മറ്റൊരു രീതിയിലാക്കുന്നതിനോ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സിഹർ ചെയ്താൽ നമ്മൾ ഇത്രയും നാളും ചെയ്തു പോയ എന്ത് ഫർളാകട്ടെ സുന്നത്താകട്ടെ ഒരു അമലുകളും അള്ളാഹു തആല സ്വീകരിക്കൽ നമുക്ക് നരകത്തിൽ കിടക്കാനുള്ള സാധ്യതയോടെ ഉണ്ടാകും. അതുകൊണ്ട് സിഹറിനെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.